പറഞ്ഞോ. അവൻ ജീവനോടെ ഇരിപ്പുണ്ട്. ആര്? ആ ചാരൻ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ലടാ. അവനെ ഈ വൈശാഖിൽ വെച്ച് ഞാൻ കണ്ടു. ധർമ്മയോടൊന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ അവനെ വിളിച്ച് പറയടാ, വിളിച്ച് പറയാൻ. പറയടാ. ആ ചാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാ. അവനെ നമ്മൾ കൊന്നുകളഞ്ഞല്ലടാ. അത് തന്നെ എനിക്ക് മനസ്സിലാകാത്തത്. ഇനി അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. തീർത്ത് കളയടാ അവനെ. ശരി കണ്ട, എല്ലാരും യാർഡിലോട്ട് വാ. കൊന്നു കളഞ്ഞ ഈ നായിന്റെ മോനെ. എന്തിനാടാ എന്നെ കൊല്ലാൻ വരുന്നത്? നിക്കടാ. എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? പറയടാ. ഇനി ആരൊക്കെയോ ബാക്കിയുണ്ട്. ഇവര് വന്നത് എനിക്ക് വേണ്ടിയായിരിക്കില്ല. ഈ മുഖത്തിന് വേണ്ടിയായിരിക്കും. ആരായിരിക്കും ഇവൻ? ആരായിവൻ? ഇത് നിന്റെ ലൈഫല്ല, നിനക്ക് വേണ്ടി തന്ന ലൈഫ്. ഹലോ, ഡോക്ടർ ശൈലജ. ആരാ ഇത്? ഞാനാ.
നീ എവിടുണ്ട്? ഞാൻ ഫോൺ ചെയ്ത ഉടനെ സുഖമാണോന്ന് പോലും ഒന്ന് ചോദിക്കാതെ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് എന്നെ തിരക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ കാരണമുണ്ട്. എന്തിനാ എന്നെ കൊല്ലാൻ വേണ്ടി അവരെന്റെ പുറകെ നടക്കുന്ന ഈ മുഖം ആരുടേതാ? എന്തിനാ എനിക്കത് തന്നത്? ഇതങ്ങനെ എല്ലാവർക്കും വെച്ചു കൊടുക്കാൻ പറ്റിയൊരു മുഖമല്ല. അപ്പൊ ആരാ ഇവൻ? ആരാ ഇവൻ? എന്റെ കുട്ടി. എന്റെ ഒരേ ഒരു മകൻ ചരൺ. അവനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആർക്കെന്താവശ്യം വന്നാലും അവർക്കെന്നും അവനുണ്ടായിരുന്നു. ഇന്നുവെല്ലാം നടക്കോടെ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടല്ലേ നേരിടണ്ടേ? എന്തിനാ അവന്റെ പേര് പറഞ്ഞേ? കൂട്ടുകാർ തമ്മിലുള്ള ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കുമെല്ലാം അവൻ സാക്ഷിയായിരുന്നു. ഇത് നമ്മുടെ കോളേജാ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും ഇവിടെ. പക്ഷെ നമ്മുടെ ബന്ധങ്ങളെ അതൊന്നും ബാധിക്കരുത്. ഇപ്പൊ കിട്ടുന്ന ഈ ഫ്രീഡം സൗഹൃദം ഒക്കെ ലൈഫിൽ ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാ സോറി. ഐ ആം സോറി. കോഫി കൊണ്ടുവരാൻ എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? നീ കാരണം ഹോസ്പിറ്റലിൽ ലേറ്റ് ആയി ചെല്ലുന്ന എനിക്ക് എന്ത് ബാഡ് നെയിം ആണെന്ന് അറിയോ? രാവിലത്തെ ഈ കോഫി ഉണ്ടാക്കൽ കാരണം സ്കൂളിലും ട്യൂഷനും കോളേജിലും എല്ലായിടത്തും ഞാൻ ലേറ്റാ. എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി തന്നല്ലോ ഈശ്വരൻ. അങ്ങനെ പറയല്ലടാ. നിനക്കറിയാലോ, നിന്റെ കോഫി കുടിച്ചില്ലെങ്കിൽ ആ ദിവസം എനിക്ക് വേസ്റ്റാ. ഇനി വന്നേ. വേഗം റെഡിയാവും. കോഫി ഇപ്പൊ തരാം. വല്ല ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാടേ, വയറ് വെച്ചണം. എന്തിനടി ഇത്? നിനക്ക് കഴിക്കണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കിയോ. എന്ന് ഇവിടെ വന്നാൽ ഇതാ എന്റെ പണി. ഡാ, ഇന്നലെയും കോളേജിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് കേട്ടല്ലോ. ഇപ്രാവശ്യം എന്റെ കുഴപ്പം കൊണ്ടല്ലേ ഇവന്റെ. ദേ നോക്ക്, ഇവൻ എത്ര കാലം എന്ന് പറഞ്ഞോണ്ടാ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നേ? ഇവന്റെ ഈ പ്രായത്തിലേ ഞാനും ഇവന്റെ അച്ഛനും പ്രേമിച്ചത് 3 വർഷം. പ്രേമോന്ന് പറഞ്ഞാ അതിന് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതൊന്നും ഇവൻ അറിയത്തില്ല അമ്മേ. എക്സാക്ട്ലി. ഇവന്റെ ഈ മുഖം കണ്ട ഏത് പെണ്ണാ എടുക്കുന്നത്? ഇവന്റെ ഈ ദേഷ്യവും ഭാവമൊക്കെ കണ്ട ഇവനോട് അടുക്കാൻ വരുന്ന പെമ്പിള്ളാര് ജീവനും കൊണ്ട് ഓടും. ദേ, നിങ്ങളെങ്കിലും അവനോടൊന്ന് പറ, ഞാൻ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ച് നിന്നാ നല്ലൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാന്ന്. ആരേത്? എന്താ വേണ്ടത്? ഡോക്ടർ ശൈലജ ആന്റി മാഡം ആണോ? ആരാമേ? ഒന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെടാ. ശരൺ മാഡത്തിന്റെ മകനാണോ? ആണല്ലോ. എനിക്കൊന്ന് അകത്തേക്ക് വരാമോ? കമിൻ. എന്താ വേണ്ടത്? എനിക്കിപ്പോ അമ്മയുടെ അനുഗ്രഹം വേണ്ടത്. ആരാമേത്? എനിക്ക് വരാൻ പോകുന്ന മരുമകളാടാ. ദൈവമേ, അവളെന്തിനാ ഇവിടെ വന്നേ? എവളാ? ഇവളോ? ഇവളോ? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? മച്ചാ, കോളേജിലെ ന്യൂ അഡ്മിഷനാ വരുന്നത്. നീ ആ വൈറ്റ് ടീഷർട്ടിനെ നോക്കി മൈൻഡ് ബ്ലോയിക്കടാ. ഞാൻ അവളെ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തു. നോക്കടാ വെച്ച് നോക്ക്. എന്നേക്കാ മുമ്പ് ഇവൻ ബുക്ക് ചെയ്തെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്യണം. ആരാടാ ബ്ലാക്ക് ഡ്രസ് ഇട്ടോണ്ട് വരുന്നതാണോ? ബ്ലാക്ക് വൈറ്റ് കളർ
വൈറ്റ് വിത്ത് പിങ്ക് ബാക്ക് വെരി ബ്യൂട്ടിഫുൾ. എന്താ നീയൊക്കെ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നു. അതെന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കി, അവൾ ആരാ? ഏ? നിന്റെ ഫിസിക് എന്താ, അവളുടെ ഫിഗർ എന്താ? നിന്റെ കളറൊന്ന് നോക്കി, എന്നിട്ട് അവളുടെ കളറൊന്ന് നോക്ക്. നിന്റെ ചിരി എന്താ, അവളുടെ ചിരി ഒന്ന് നോക്കി. മച്ചു എന്നെ പുകഴ്ത്തുവാണോ അവളെ പുകഴ്ത്തുവാണോ? നിന്നെയാണ് കോപ്പൻ. സൗന്ദര്യത്തിൽ നീ എവിടെ കിടക്കുന്നു, അവൾ എവിടെ കിടക്കുന്നു. തന്നെ അളിയാ? അതെ മച്ച, അമ്മ എപ്പോഴും പറയാറുണ്ട് എന്റെ സൗന്ദര്യത്തിന് പറ്റിയൊരു പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ കോംപ്രമൈസിന് പോകരുതെന്ന്. ഷില്ലി ഗേൾ, ഐ ഡ്രോപ്പ് യു മാ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലടാ. നീ എന്നെ പുകഴ്ത്തുന്നത് കേട്ടപ്പോ ഈ നിമിഷം വരെ അതിലൊരു ചതിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അന്ന് സിനിമയ്ക്ക് വന്നതും കാലയ്ക്ക് പച്ച. ചേർത്തെ രണ്ടെണ്ണം കിട്ടിയോളാ. എടാ അതിപ്പോ എങ്ങനെ 4 പേരിലടാ നമ്മള്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ക്യൂസ് മീ, പറ്റുമെങ്കിൽ എനിക്ക് 2 ടിക്കറ്റ് എടുത്ത് തരാമോ പ്ലീസ്? കൗണ്ടറിൽ ചെന്നാ മതി, കിട്ടും. അത് കൊടുത്തേക്കടാ, വാങ്ങിച്ചോ. താങ്ക് യു. എന്നിട്ട് ആ ടിക്കറ്റും കൊണ്ട് നീയൊക്കെ രണ്ടും കൂടി నాకు కొంచెం తెక్కుంది కానీ దానికి లెక్కుంది. ഞാൻ ഇത്രയൊക്കെ ക്ലൂ തന്നപ്പോ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണ്ടേടാ. നിന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളൊക്കെ വെറും കഴുതകളാണെന്ന്. അത് കറക്റ്റാടാ. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? മഞ്ജു. മഞ്ജു. അത് ശരി. ദാ, ഒരു മഞ്ജുനാഥ് വിളിക്കുന്നു. മഞ്ജുനാഥിന്റെ കൊള. എന്നാ മഞ്ജുനാഥ. ആരാടാ ഇത്? രാത്രിയൊന്നും പകലൊന്നും ഒന്നും ഇല്ലാതെ വെറുതെ. അമ്മ, അവൾക്ക് ഞാൻ അല്ല, അവന് ഫ്രണ്ടായിട്ട് ഞാനേ ഉള്ളമ്മ, അതുകൊണ്ടാ. അമ്മ, ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. പോടാ, അമ്മയോട് പോലും ഒന്ന് പറയാൻ തോന്നില്ലല്ലോ നിനക്ക്. ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ, അപ്പോഴാ ഇവള് വന്നേ. ദേ നോക്ക്, ഇതിപ്പോ എല്ലാ അമ്മമാരും മകനോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിക്കാം. എന്ത്? നിന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ ആരെയായിരിക്കും നന്നായിട്ട് നോക്കുക? എന്നെയോ അവളെയോ? ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ എന്നും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മ പറയുകയാണെങ്കിൽ അവൾ നമ്മോടൊപ്പം ഉണ്ടാവും. നീ ആള് കൊള്ളാലോടാ. ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി അവളും വന്നു ചേർന്നു. പക്ഷെ ശ്രീനഗർ കോളനി നിവാസികളെ ഒഴിപ്പിക്കുന്നു എന്ന അന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത എന്റെ മകന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് അപ്പോഴെനിക്കറിയില്ലായിരുന്നു.